എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹിസ്ബുള്ള പ്രതിരോധം വീണ്ടെടുത്തു. ഞങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഒരു ക്യാബിനറ്റ് അംഗം പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേലിനോട് ഞങ്ങൾക്കുള്ള കണക്കുകൾ തീർക്കും, ലെബനോൻ അനുഭവിച്ച സകല ദുരിതങ്ങളും ഞങ്ങൾ ഇസ്രായേലിനും കൊടുക്കും എന്നാണ് ഹിസ്ബുള്ളയുടെ ഭീഷണിയുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് കരാറുകൾ പാലിക്കാനുള്ളതല്ല, അവർ എല്ലാവരെയും കളിപ്പിക്കുകയാണ്. ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ വെടിനിർത്തലിനെ തുടർന്ന് കരാർ ലംഘിച്ച് 9 മാസത്തിലധികമായി സയനിസ്റ്റ് ഭീകരർ ലെബനോനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരം വീട്ടേണ്ടതുണ്ട്. ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ഇസ്രായേൽ കരസൈന്യം ലെബനോനിലേക്ക് കടന്നു നോക്കൂ, നിങ്ങളെ ഈ മണ്ണിലിട്ട് ഞങ്ങൾ ചുട്ടരിക്കും എന്നാണ് ലെബനോനിലെ ഖിയാമിൽ രക്തസാക്ഷികളെ ആദരിക്കുന്നതിനായി ഹിസ്ബുള്ള നടത്തിയ ഒരു ചടങ്ങിൽ വെച്ച് അവർ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇറാനും സിറിയയിലെ അബു മുഹമ്മദ് ജോലാനിയുമായി രഹസ്യ സൗഹൃദം ആരംഭിച്ചതോടെ ഇറാനിൽ നിന്നും സിറിയ വഴി ഹിസ്ബുള്ളയ്ക്ക് രഹസ്യമായി ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം ഈയിടെ അവകാശപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി ലെബനോനിൽ നിരന്തരം ഇസ്രായേൽ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ വളർച്ച ഗറില്ല സംഘങ്ങളെ ഒരിക്കലും തളർത്താൻ കഴിയില്ല എന്ന ചിന്തയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഈ ചിന്ത അവരുടെ ദേശീയ പ്രതിരോധ സേനയിലും ഉണ്ട് എന്നോർക്കണം. അതിനാൽ ഗാസയിലെയും ലെബനോനിലെയും ആക്രമണത്തിന്റെ പേരിൽ നെതന്യാഹുവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബിയുമായുള്ള തർക്കത്തെ തുടർന്ന് ഇയാളെ നെതന്യാഹു പുറത്താക്കുകയാണുണ്ടായത്. ഹമാസിനെ തന്നെ നേരിടാൻ ഇസ്രായേൽ സൈന്യം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹിസ്ബുള്ളയും ഹമാസും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെയാണ് ഇസ്രായേലിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സൈന്യത്തിനും സർക്കാരിനുമിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹുവിന് വളരെയധികം ആത്മവിശ്വാസമാണ് ഉള്ളത്. അയാൾ ഇപ്പോഴും പറയുന്നത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണം, അതുവരെ ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ്. എന്നാൽ സൈന്യം അതിന് ഒരിക്കലും അനുവദിക്കുന്നില്ല. അത് നമ്മൾക്ക് കഴിയില്ല എന്നാണ് സൈന്യം നെതന്യാഹുവിനോട് പറയുന്നത്. അത് തന്നെയാണ് പ്രതിരോധ മന്ത്രിയും പറയുന്നത്. എന്നാൽ ഈ തർക്കത്തിന്റെ ഫലമായി അവിടെയുള്ള ഓരോ ഉന്നത ഉദ്യോഗസ്ഥനും രാജിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനങ്ങളിൽ നിന്നും പുറത്തു പോകേണ്ടി വരികയാണ് ചെയ്യുന്നത്. നെതന്യാഹു വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നാൽ ഹമാസ് ഇപ്പോഴും ഗസയിൽ അതിശക്തമായി ഇസ്രായേലി സൈന്യമായി പോരാടുന്നു എന്നുള്ള വിവരം യഥാർത്ഥത്തിൽ സർക്കാർ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ്. ഇന്നലെ തന്നെ ഹമാസിന്റെ ഖസാം ബ്രിഗേഡുകൾ 1 മണിക്കൂറിനുള്ളിൽ 3 തവണയായിട്ട് ഇസ്രായേലിലെ അധിനിവേശ പ്രദേശങ്ങളായ ബീർഷാബയിലേക്കും അഷ്കലോണിലേക്കും അനേകം റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതിനു പകരമായി ഇസ്രായേൽ ഗാസയിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇരുവശത്തും ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹമാസിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേൽ ഒരിക്കലും പുറത്ത് പറയാറില്ല. അഥവാ പുറം ലോകം അറിഞ്ഞാൽ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ അവരിൽ നിന്നുണ്ടായ ആക്രമണത്തെ തടഞ്ഞു, അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ഗസയിൽ പോയി ഇങ്ങനെ ആക്രമണം നടത്തി എന്നൊക്കെയാണ്. സത്യത്തിൽ ഇരുവശവും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചില ഇസ്രായേൽ അനുകൂല വാർത്താ ചാനലുകളുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഹമാസ് തോറ്റ് തുന്നം പാടി അവർ ഇസ്രായേലിനെ ഭയന്ന് ഇവർ തിരികെ കൊടുക്കാനുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ ഓടിച്ചെന്ന് തിരഞ്ഞ് തപ്പിയെടുത്ത് കൊടുക്കുകയാണ് എന്നൊക്കെയാണ് അവർ തള്ളിമറിക്കുന്നത്. യഥാർത്ഥത്തിൽ പലസ്തീൻ തടവുകാരെ മുഴുവൻ വിട്ട അതേ അവസരത്തിൽ തന്നെ ഹമാസ് ഈ ഡെഡ് ബോഡികളും തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ഹമാസ് ഇപ്പോഴും ആ ബോഡിയൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കിട്ടുന്ന കൊടുക്കുന്നുണ്ട് താനും. കരാർ പ്രകാരം ഈ ബോഡികൾ മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ബോഡി കൊടുക്കുന്നതിന് ഇസ്രായേലിനെ ഭയന്നുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഹമാസിനെ ഭയന്നുകൊണ്ടാണ് ഈ ബോഡികൾ മുഴുവൻ തിരിച്ചു കിട്ടുന്നതിന് മുമ്പായി തന്നെ എല്ലാ പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിട്ടുള്ളത് എന്നും കൂടി നമ്മൾ വിശ്വസിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. ഹമാസിന്റെ ഭാഗത്തുള്ള അലസത കണ്ടപ്പോഴാണ് ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം ആരംഭിച്ചത്. അതൊരു കാരണമെന്ന് മാത്രമേ ഉള്ളൂ. ഗസയെ അവർക്ക് ആക്രമിക്കണമെന്നുള്ളതാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു ആഗ്രഹം. കരാർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പരസ്യമായിട്ട് അങ്ങനെ ചെയ്യാനും മേല, ചെയ്യാതിരിക്കാനും വയ്യ. അപ്പോൾ ഇവരിങ്ങനെ ആക്രമിക്കുന്നതുകൊണ്ട് ഹമാസും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഈ കരാർ നിലയിൽ വന്ന് ഇവർ തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിന് ശേഷം എത്ര ഇസ്രായേലി പട്ടാളക്കാരെയാണ് ഹമാസ് കൊന്നിട്ടുള്ളത് എന്ന് ഓർക്കണം. ഇത് ഞാൻ മറ്റ് വീഡിയോകളിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരെ കൊന്ന ആൾക്കാരുടെ പടം ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വശത്തും നന്നായി തന്നെ പോരാടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗസയിലുള്ള ഇസ്രായേലിൻ്റെ ചാരന്മാരായ ഗസക്കാർ, അതായത് അബു ഷബാബ് സംഘത്തെയൊക്കെ ഇവർ കൂട്ടക്കൊലയാണ് നടത്തിയിരിക്കുന്നത്. 50-ലധികം ആൾക്കാരെ ഇവർ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ആ സംഘങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ടൊക്കെ നിർജ്ജീവമായിട്ടിരിക്കുകയാണ്. എല്ലാവരും പേടിച്ചൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് ഗസയിൽ നിന്നുള്ള ഒരു വാർത്തകളും ഇപ്പോൾ കിട്ടുന്നില്ല.
നേരത്തെ അങ്ങനെ ആയിരുന്നില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ ഹമാസ് ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തെരുവുകളെല്ലാം കീഴടക്കി അവരുടെ പൂർണ്ണമായ പിടിയിലേക്ക് ഗസ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഈ ഇസ്രായേലിന്റെ പ്രോക്സി സംഘടനകൾ ചാരന്മാരായവർക്ക് അവിടെ നിലനിൽപ്പില്ലാതെ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഗസയിൽ ഇപ്പോൾ ഹമാസിന് വളരെ അനുകൂലമായ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ ഹിസ്ബുള്ളയും കൂടി ഹമാസിനൊപ്പം ചേരുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഹിസ്ബുള്ള ഹമാസ് ഗറില്ല സംഘങ്ങൾ ഒന്നിച്ചതോടെ ഇസ്രായേലിന് വലിയ അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായതോടെ ട്രംപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസിനെ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ട്രംപ് ഈ കരാർ നിലനിൽക്കാൻ എത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ സുരക്ഷ നഷ്ടപ്പെടുകയാണെന്ന് ട്രംപിന് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വൈസ് പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇപ്പം ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക, ഇവന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ട് കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളായ ഇസ്രായേലിന് തന്നെയാണ് കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. ഹമാസിനൊന്നും നോക്കാനില്ല, അവരൊക്കെ ഗറില്ല സംഘങ്ങളാണ്, അവർക്ക് മരിച്ചാലും കുഴപ്പമില്ല, അടുത്തയാൾ വീണ്ടും വരും. ആ ഒരു നിലപാടാണ് ട്രംപിനുള്ളത്. നേരത്തെ തന്നെ ഈ വെടിനിർത്തൽ കരാറിന് ഇടനില നിന്ന സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ ഉപദേഷ്ടാവും അയാളുടെ മരുമോനുമൊക്കെ ആയ ജാരഡ് കുഷ്ണറുമൊക്കെ ഇസ്രായേലിലുണ്ട്. ഇവന്മാർ രണ്ടും വിചാരിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസിനെ കൂടി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. വാൻസ് വന്നതോടെ അയാൾ പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഗാസയിൽ സമാധാനം നിലനിൽക്കുമെങ്കിൽ ഹമാസ് നിരായുധീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നൊരു നിലപാടാണ് അയാൾ പുറത്തെടുത്തത്. ഹമാസിന്റെ നിരായുധീകരണം ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല എന്നുകൂടി അയാൾ പറയുമ്പോൾ ഇസ്രായേലിന് മേൽ ശത്രുക്കൾ ആക്രമണം വർദ്ധിപ്പിക്കാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ അമേരിക്ക നിലപാട് മാറ്റിയിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് നിരീക്ഷകരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇസ്രായേലിനെ സ്ഥിരമായ ഒരു യുദ്ധത്തിലേക്ക് ഇറാന്റെ ഈ പ്രോക്സി സംഘടനകൾ വീഴ്ത്തുന്നതാണ്. ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്യം അത് തന്നെയാണ്. ഇസ്രായേൽ ഒരിക്കലും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഇവരുടെ എല്ലാം തീരുമാനം. ഈ തിരിച്ചറിവ് ഒരുപക്ഷെ നെതന്യാഹുവിന് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനെ മറികടക്കാൻ അയാൾക്ക് യുദ്ധം കൊണ്ടല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പരിമിതമായ സൈന്യത്തെ വെച്ച് അധിക നാൾ ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഒക്കെ യുദ്ധം ചെയ്യുക എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വളരെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഏക മേൽക്കോയ്മ വ്യോമാക്രമണം മാത്രമാണ്. അവർക്ക് ഒരിക്കലും ഒരു കരയുദ്ധം ചെയ്ത് ഹമാസുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ നിർബന്ധിതമായതോടെയാണ് അവർ കരാറുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഈ യുദ്ധത്തിൽ അവർക്കൊരു മേൽക്കോയ്മ അവകാശപ്പെടാൻ വേണ്ടി അവരിപ്പം വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വ്യോമാക്രമണം ഇങ്ങനെ നടത്തുന്നത് ലോകം ഇങ്ങനെ നിരീക്ഷിക്കുന്നതും വലിയ പ്രശ്നമാണ്. ഇസ്രയേലാണ് ഈ കരാറിനെ ലംഘിക്കുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് പ്രചരിക്കുന്നത്. ഹമാസിന്റെ ആക്രമണം ഇസ്രായേൽ മൂടിവെക്കുകയും ഇസ്രായേൽ ഇങ്ങനെ ബോംബാക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി ഇസ്രായേൽ ഹമാസിനെ അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കുന്നു എന്ന് തന്നെയല്ലേ ലോകം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ അഷ്കലോണിലേക്കും അവരുടെ മറ്റു സ്ഥലത്തേക്കൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ഹമാസും ആക്രമണം നടത്തുന്നുണ്ട്. അവിടെയും ആളുകൾ മരിക്കുന്നുണ്ട്, ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ സംബന്ധിച്ച് അവരുടെ അഭിമാനബോധം ഇങ്ങനെ ഈ തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇവന്മാർക്കിത് പുറത്തു പറയാൻ മേല. ഞങ്ങൾക്ക് ഇതുപോലെ അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാരുടെ ആക്രമണമാണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഹമാസുമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം തുടരുന്നത് കൊണ്ടും ഇസ്രായേലിനെ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടും ട്രംപ് ഇപ്പം UK സൈന്യത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവരെ ഇപ്പം പറയണത്തിന് ഗസയിലേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് അവർ വന്നിരിക്കുന്നത് ഇവർ തമ്മിൽ അടിക്കാതെ ഒരു സമാധാന സേന എന്ന നിലയ്ക്കാണ് അവർ വന്നിരിക്കുന്നത്. ഈ സമാധാന സേനയ്ക്കിട്ടും ചിലപ്പോൾ ഹമാസ് പണി കൊടുക്കുമെന്നുള്ളതാണ്. കാരണം ഇവരുടെ ഒറ്റ ടീമാണല്ലോ. അങ്ങനെ പേരിലൊക്കെ ഇവന്മാർ നിൽക്കും, സമാധാനം അതൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ തരം കിട്ടുമ്പോൾ അവർ ഹമാസിനെയും അല്ലെങ്കിൽ ഗസയൊക്കെ ആക്രമിക്കും. അതുകൊണ്ട് ഇവന്മാർക്കിട്ടും തിരിച്ച് കിട്ടും. പക്ഷേ നെതന്യാഹുവും സൈന്യവും ഒക്കെ യുദ്ധക്കൊതി മൂത്ത് ഗാസയിലും ലെബനോനിലും ആക്രമണം നടത്തുമ്പോൾ രാജ്യം സുരക്ഷിതമല്ല എന്ന് കണ്ട് ജൂതർ മുഴുവൻ കിട്ടിയ വണ്ടി കയറി വിദേശത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് എന്നാണ് ഇസ്രായേലിലെ പല സർവേകളും ഇപ്പോൾ പറയുന്നത് എന്നും കൂടി ഈ അവസരത്തിൽ നമ്മൾ അറിയേണ്ടതാണ്. ഇസ്രായേലി ഇമിഗ്രേഷൻ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് 2022 ഏകദേശം 59,400 ഇസ്രായേലികളാണ് രാജ്യം വിട്ടിട്ടുള്ളത്. 2023 അത് 82,800 പേരായിട്ടാണ് ഉയർന്നത്. എന്നാൽ 2024 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഏകദേശം 50,000 പേര് രാജ്യം വിട്ടതായിട്ടും അതിനുശേഷം 2025 1,25,000 പേർ ഈ നാട് ഉപേക്ഷിച്ച് വിദേശത്തേക്ക് രക്ഷപ്പെട്ടതൊക്കെ ആയിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ഗാസയിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം മൂലമുണ്ടായ ഭയം, ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവ്, സർക്കാരിനെതിരായ ബഹുജന പ്രതിഷേധം മൂലം സംഭവിച്ച രാഷ്ട്രീയ അശാന്തി, പിന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഈ ജൂതരെ സ്വന്തം രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള നെസറ്റിൻ്റെ
റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെ റിപ്പോർട്ടും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള അപജയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത് കുടിയേറ്റത്തിന്റെ തരംഗമല്ല, മറിച്ച് ഇസ്രായേലികൾ രാജ്യം വിടാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒരു സുനാമിയാണ് എന്നാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാനായ MK ഗിലാദ് കരീബ് തന്നെ പറയുന്നത്. എന്നാൽ ഈ രാജ്യം വിട്ട ഇസ്രായേലികൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം വേറെയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇസ്രായേൽ വിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറിയിരുന്ന ജൂതരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം, അതല്ലെങ്കിൽ തൊഴിലിലെ വിജയം, പിന്നെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ജൂതരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലെ അവരുടെ സുരക്ഷയാണ് എന്നാണ് ഇസ്രായേലിലെ ഒറാനിയം കോളേജിലെ സോഷ്യോളജി പ്രൊഫസർ ലീലാച്ച് ലവിയാരി നടത്തിയ ഒരു ഗവേഷണത്തിൽ പറയുന്നത്. പിന്നെ അതിനേക്കാൾ വലിയ വേറൊരു പ്രശ്നമുണ്ട്. ഈ ജൂതന്മാർ ഇസ്രായേൽ വിട്ട് വിദേശത്തേക്ക് പോകുമ്പം അവർ US, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയാണ് കുടിയേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ന്യൂയോർക്ക് മേയറായി സഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ന്യൂയോർക്കിലേക്ക് കുടിയേറാൻ ഇപ്പം ജൂതന്മാർക്ക് മുടിഞ്ഞ ഭയമാണ്. ഇസ്രായേലിൻ്റെ വംശഹത്യയെ നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് ഈ മംദാനി. താൻ ന്യൂയോർക്കിൻ്റെ മേയറായി കഴിഞ്ഞാൽ, നെതന്യാഹു ന്യൂയോർക്കിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ക്രിമിനലിനെ പിടിച്ച് അന്താരാഷ്ട്ര കോടതിക്ക് ഞാൻ കൈമാറും എന്നാണ് ഈ മംദാനി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നെതന്യാഹുവിന് ന്യൂയോർക്കിലേക്ക് പോകാൻ ഒടുക്കത്തെ പേടിയാണ്. ഇനി അഥവാ തനിക്ക് പോകേണ്ടി വന്നാൽ താൻ ട്രംപിൻ്റെ സംരക്ഷണയിലായിരിക്കും ന്യൂയോർക്കിലേക്ക് പോവുക എന്ന് നെതന്യാഹു ഒരിക്കലും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞാണ് കേട്ടോ. എന്നാലും ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, സ്വദേശത്തും വിദേശത്തും ജൂതർ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ഇത് അവരുടെ സാമ്രാജ്യത്വ മോഹം കൊണ്ടുണ്ടായ ഒരു ഗതികേടാണ് എന്നുള്ളതാണ് വാസ്തവം. കിടക്കാൻ ഇടം കിട്ടിയാൽ അവിടെ തുരന്ന് അവിടെ മുഴുവൻ അതിക്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഭീകരരായി യൂതരെ ഇന്ന് ലോകം ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് അവരുടെ നാശത്തിലേക്കുള്ള പാതയും എന്ന് പറയേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.